Hi dears, Assalamualaikum, Namaskaram, welcome back to our channel. ഇന്ന് വന്നിട്ടുള്ളത് ഒരു 3 ലെയറിൻ്റെ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ 2 കിലോൻ്റെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ 8 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ബൗളിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതും 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മിൽക്ക് എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന ഈ ബീറ്ററിൻ്റെ ബ്ലേഡിലും അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുകയാണെങ്കിൽ ഈ മുട്ട നന്നായൊന്നും ബീറ്റായി വരില്ല. അപ്പോൾ കേക്ക് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പൗഡർ ഷുഗറാണ്. അത് 2 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായി മിക്സാക്കി എടുക്കണം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ട നന്നായി ഒന്ന് പൊങ്ങി വരണം. എങ്കിലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് അല്പമായി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരണം. ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് 1/2 കപ്പ് ഓയിലാണ്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പീഡ് കൂട്ടിയിട്ടൊന്നും ഇടാൻ പാടില്ല. ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോയിൽ കാണിച്ചേക്കാണ്. ജസ്റ്റ് ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ചിട്ട് അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് താന്ന് പോവാൻ പാടില്ല. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അത് 1/4 കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാൻ മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ചിട്ട് ഒരു 55 to 60 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ആ കേക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കാം. ഇത് 1/2 kgയുടെ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ആ ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ബട്ടർസ്കോച്ച് എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മിൽക്ക് എസൻസും അതേപോലെ 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ പ്രോസസ്സ് തന്നെയാണ്. 2 കിലോ കേക്കിലേക്ക് 8 മുട്ട പൊട്ടിച്ചു. 1 kgയുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയും 1 കപ്പ് മൈദയാണ് ആവശ്യം. ഇപ്പോൾ 1/2 kgയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റായി വന്നപ്പോൾ ഇതിലേക്ക് പൗഡർ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് മൈദ വെച്ചിട്ടാണ് നമ്മൾ 1/2 kgയുടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈമിൽ തന്നെ നമുക്ക് ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതേപോലെ മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് മാത്രം വേണം ഇതൊന്ന് ബീറ്റാക്കി എടുക്കാനായിട്ട്. ബീറ്റർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് 1/2 kgയുടെ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്.
എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ബീറ്റർ ഉപയോഗിക്കാതെ തന്നെ നമുക്കത് മിക്സാക്കി എടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. അതിനായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഞാനിത് ഈ കേക്ക് തയ്യാറാക്കിയതൊരു ഫംഗ്ഷനായിട്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഇനി മിക്സാക്കി എടുക്കുകയാണ്. എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് 180 ഡിഗ്രിയിൽ തന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 25 മിനിറ്റ്സ് വേണം ബേക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ ഇവിടെ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കേക്കും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർസ്കോച്ച് സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഷുഗർ 1/2 കപ്പ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാനും ആ ഷുഗറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. ഇനി വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ 1/2 കപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കേക്കിലേക്ക് ആക്കി കൊടുക്കാനായിട്ടുള്ളതാണ്. ബട്ടർസ്കോച്ച് സോസ് ആണ് ഇപ്പോൾ തയ്യാറാക്കിയത്. നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർസ്കോച്ചിൻ്റെ കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പ്രളയൻ വേണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ കേക്കിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രളയൻ തയ്യാറാക്കാനായിട്ടാണിത്. ഇനി ഇതെല്ലാം നന്നായൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ ഇതാ നന്നായി മെൽറ്റായി, ഷുഗറൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ട്സ് വേണം. കാഷ്യൂ നട്ട്സ് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പീനട്ട്സാണ് 2 പാക്കറ്റ്. പിന്നെ കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്. കാഷ്യൂസ് വേണമെങ്കിൽ കാഷ്യൂസും ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിൽ അല്പം ഓയിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കിട്ടും. നമുക്കിത് പരത്തി കൊടുക്കാനായിട്ട് പറ്റില്ല, എല്ലാം കൂടി ഒരുമിച്ച് കട്ട കുത്തി നിൽക്കും. അപ്പോൾ ചൂടോട് കൂടി തന്നെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് അല്ലാതെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കിലേക്ക് ഇനി ഞാൻ കേക്കൊക്കെ ഒന്ന് ലെയറാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഓരോ കേക്കും കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തേക്കാണ്. ഈ ഷുഗർ സിറപ്പിൽ ഞാൻ അല്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മിൽക്കിൻ്റെ കളറായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൂടുതൽ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ അത് വിപ്പ് ചെയ്ത് കിട്ടും. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഓരോ കേക്കിൻ്റെ മുകളിലും സോസ് ആക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രളയൻ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തിട്ടും അതും കൂടി ലെയറിൽ ഇട്ട് കൊടുക്കണം. ഓരോ ലെയറും ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു ലെയർ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും 3 ലെയറും ഇതുപോലെ കാണിച്ചു വരുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ തയ്യാറാക്കുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ലെയറിലും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഞാനിപ്പോൾ എല്ലാ കേക്കും തയ്യാറാക്കിയിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം 3 കേക്കും തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് ക്രം കോട്ട് ചെയ്തിട്ട്. 2 kgയുടെയും 1 kgയുടെയും 1/2 kgയുടെയും. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അത്യാവശ്യം ക്രീമൊക്കെ മുകളിലാക്കി കൊടുത്ത് നന്നായി ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോസറ്റ ഫ്ലവേഴ്സാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ലെയറിലും, അതായത് 2 kgയുടെ ലെയറിലും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് കേക്ക് ഈ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കാണിക്കാഞ്ഞത് ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 2nd ലെയറും 3rd ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് 2-3 ഫ്ലവേഴ്സൊക്കെ വേറെ എടുത്തേക്കാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ. പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിലും അങ്ങനെ ഡ്രിപ്പിങ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സോസ് തന്നെ വെച്ചിട്ടാണ്, ബട്ടർസ്കോച്ചിൻ്റെ സോസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഡ്രിപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻഷാല്ലാ വേറെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്